എക്സൈസ് വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി എം ലിജു. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ ചെന്ന് കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നതായി ബാർ ഉടമകൾ പലതവണ പരാതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പരാതികളിൽ കർശന പരിശോധന നടത്തി നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി എം ലിജു അറിയിച്ചു. എനിക്ക് നിരവധി ജില്ലകളിൽ നിന്നും പരാതികൾ ലഭിക്കുന്നുണ്ട്. രാവിലെ 5:30 മുതൽ ഞാനത് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞാനത് യോഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സംസ്ഥാനത്തെ നിയമം അനുസരിച്ച് വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ബാർ തുറന്നു നോക്കാൻ പറ്റുമോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് പലയിടത്ത് ബാർ പ്രവർത്തിക്കുന്നത്? നിങ്ങളറിയാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? എൻ്റെ മുമ്പ് പരാതികളുണ്ട്. രാവിലെ 5:30 മുതൽ ആളുകൾ പരിപാടി തുടങ്ങുകയാണ്. അതിന് നമ്മുടെ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോഴ്സ്, ഞാൻ മൗനാനുവാദം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നടക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? നിങ്ങൾ തന്നെയാണ്. സംസ്ഥാനത്ത് കളഷാപ്പുകളിൽ നമുക്കറിയാം, നിയമസഭയിലെ ചോദ്യത്തിന് തന്നെ മറുപടി പറഞ്ഞു. തെങ്ങ് ചെത്തുന്ന കള്ളിൻ്റെ ടോട്ടൽ ഉൽപ്പാദനവും ഷാപ്പുകളുടെ എണ്ണവും തമ്മിൽ ഒരു താരതമ്യമില്ലാത്ത അവസ്ഥയുണ്ട്, ഇല്ലേ? ആക്ഷേപങ്ങളുണ്ട്. 10,200 ഷാപ്പ് ആകെയുണ്ട്. പ്രവർത്തിക്കാത്ത ഷാപ്പുകൾ 720 മാത്രമാണ്. അപ്പോൾ ഇവിടെ എല്ലാം ലഭിക്കുന്നത് ഒറിജിനൽ കള്ളാണോ? 14 എന്നോട് കമ്മീഷണർ പറഞ്ഞ 14 ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരും പറഞ്ഞത് ശുദ്ധമായ കള്ളാണ് എല്ലായിടത്തും ലഭിക്കുന്നതാണ്. അങ്ങനെയല്ലേ കമ്മീഷൻ? കിട്ടിയ റിപ്പോർട്ട് അങ്ങനെയാണ്. ശരിയാണോ? എന്നോട് ചില ബാർ ഉടമകൾ ഉൾപ്പെടെ അവരുടെ പരാതി എന്ന രീതിയിൽ പറഞ്ഞത്, അവിടെ ചെന്ന് കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നു എന്നുള്ള പരാതികൾ നിലവിലുണ്ട്. ആദ്യം ഒരു ഉയർന്ന തലത്തിലുള്ളവരുടെ വരവ് വരുന്നു, അവർക്ക് കൊടുക്കേണ്ടി വിടുന്നു. അത് കഴിഞ്ഞ് താഴെത്തട്ടിലൊരു സെറ്റ് വന്നിട്ട് വീണ്ടും ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. നടക്കില്ല കേട്ടോ, അത് നടക്കില്ല. അത്തരം ഒരു തരത്തിലും അനധികൃതമായ ഒരു ഗിഫ്റ്റുകൾക്കുമുള്ള ഒരു റൈറ്റും നമുക്കാർക്കുമില്ല.